ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വർഷയ്ക്ക് ചേട്ടനും ചേച്ചിയും. അവനൊരു പാവത്താനാണെന്നും നിന്നെ സ്നേഹിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ചു, ഇത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ, അതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തൻ, അച്ഛൻ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിച്ചൊരു പാവത്താനാണ് അവനെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. ഒളിച്ചോടിപ്പോയി നിൻ്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള ധൈര്യം അവൻ കാണിച്ചു. അപ്പോൾ അവൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അവനെയാണല്ലോ നീ സംശയിച്ചതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. കഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ വർഷയ്ക്ക് സങ്കടം. വർഷ ഇന്ന് കരയുവാണ്. അപ്പോൾ ഏതൊരു ഭാര്യയ്ക്കും അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ദേഷ്യം വരും. പക്ഷേ നീ അതിൻ്റെ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ ഫോണും ഓഫാക്കിയിട്ട് ഇവിടെ വന്നിരുന്നത് ഒട്ടും ശരിയായില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക വർഷയ്ക്ക്. ഫംഗ്ഷൻ നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ആൾക്കാർ ഓരോന്ന് പറയില്ലേ, അതുകൊണ്ടാണ് അവനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് പോകുന്നതെന്ന കാര്യം സച്ചി അന്നേരം പറഞ്ഞു. വർഷ അന്നേരം ഞാൻ എന്താ ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിൽ. സോറി 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 എന്നും പറഞ്ഞിരിക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക. ശ്രീകാന്ത് ഇത് എന്നോട് എന്താ പറയാതിരുന്നതെന്ന്, അവനിത് എന്നോട് പറയായിരുന്നില്ലേ എന്നൊക്കെ വർഷ ചോദിക്കുമ്പം ഹേപ്പ പറയാനാ, നീ അവിടുന്ന് പെട്ടെന്ന് വിട്ടു പോകുന്നില്ലേ, അവൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ലേ, പിന്നെ എങ്ങനെയാണ് അവനത് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ സോറി സോറി സോറി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കും, അവൻ എന്നെ ചീറ്റ് ചെയ്യില്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആ ഒരു നിമിഷം ഞാനെന്തോ വല്ലാണ്ടായി പോയെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയണം. ദേഷ്യം വന്നപ്പോൾ അവനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫംഗ്ഷന് പോരാതെ ഇവിടെ വന്നിരുന്നതെന്നും ഒന്നും മുന്നും പിന്നെ ആലോചിക്കാൻ ഞാൻ എന്തൊക്കെയോ വേണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വർഷ. അപ്പോഴാണ് സച്ചിക്ക് രേവതിക്ക് ശ്വാസം നേരെ വീണത്. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നേരമില്ല, നമുക്ക് പോവാല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയും രേവതിയും കൂടെ വർഷയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അവനെ വേഗം വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, നമ്മൾ ചെല്ലുന്നത് വരെ അവൻ ടെൻഷനായിട്ടിരിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സസ്പെൻസ് ആയിട്ട് അങ്ങ് ചെല്ലാം. എന്താ ആകെ പേടിച്ചിരിക്കുക അവിടെ നിന്ന് സച്ചി പറയുമ്പോൾ സാരമില്ല, കുറച്ച് സമയമല്ലേ, നമ്മൾ പെട്ടെന്ന് അവിടെ എത്തുമല്ലോ എന്ന് പറഞ്ഞു വർഷ. എന്നാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് വിട്ടു. ഈ സമയത്ത് അവിടെ ഭാമയും ചന്ദ്രയും കൂടി ഇരിക്കും. അപ്പോൾ ഭാമയോട് ചന്ദ്രമതി എനിക്ക് വയ്യേ, എൻ്റെ പൊന്നെ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിരിക്കുവാണ്. ഈ സമയം നമ്മുടെ ആനന്ദ് അവിടെ കയറി മിമിക്രി കാണിക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് തെക്ക് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇവർ വരാത്തത് കൊണ്ട്. അപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് നാളായി, അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് അവിടെ നിന്ന് മിമിക്രിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ അതെല്ലാവരും കൈ അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു മിമിക്രി അവതരിപ്പിക്കുകയാണ്, അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈയടി നിന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അഭിനയ ചക്രവർത്തി മധുസാറിനാണ്. അപ്പോൾ മധുസാർ എന്നീ വേദിയിൽ ഇവിടെ എത്തി 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ മധുസാറായിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം, അതായത് ആനന്ദ്, മധുസാറിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതും ശ്രീകാന്ത് അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, അവർ വരാത്തതിൻ്റെ ടെൻഷനും ആദ്യം പിടിച്ച സമയത്ത് ആനന്ദ് ഇങ്ങനെ വരുന്നു. അങ്ങനെ വന്നതേ നമ്മുടെ മധുസാറിൻ്റെ ശബ്ദമൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് കേൾപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിട്ട് കൈയൊക്കെ അടിച്ചു. അപ്പോൾ സ്മൃതി ബ്രോ എന്തോ അടിപൊളിയായിട്ടോ മിമിക്രി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം ശ്രുതിയോട് പറയാം, ഞാനും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ മിമിക്രി ഒന്ന് ട്രൈ ചെയ്താലോ, എങ്ങനെ ഉണ്ടാകും, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലേ വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ നോക്ക് ശ്രുതിയെന്നും പറഞ്ഞു. ആദ്യമേ ശ്രുതിയുടെ അമ്മയും അച്ഛനും തുടങ്ങിക്കോളാൻ പറഞ്ഞേ. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നീക്കാം, നീ കളിയാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം അടുത്തതായിട്ടേ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് നമുക്ക് പറയാം ശ്രീ മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ശബ്ദമല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തുള്ള ശബ്ദമാണ് ഞാൻ അനുകരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നാണ് പറഞ്ഞത്. ലാലേട്ടൻ്റെ ശബ്ദം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മോഹൻലാലിൻ്റെ ശബ്ദം കേട്ടപ്പോഴും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൈ അടിച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ ശ്രീകാന്ത് അവിടെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നത് അച്ഛനും അച്ഛമ്മയും കണ്ടു. അവർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയത്, നീ എന്നത്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നിനക്കെന്താ ആകെ ടെൻഷൻ പോലെയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ ശ്രീകാന്ത്. നീ എന്തിനാ ഇങ്ങനെ ചെയ്യിക്കുന്ന, ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് അച്ഛമ്മ പറയാം. വർഷം എന്താ വരാത്തെ, എവിടെയാ അവളെന്ന് ചോദിക്കും. അവളിപ്പോൾ വരും, ഇപ്പോൾ സമയം എത്രയായി, നീ എന്താ ഈ പറയുന്നത്, ഇപ്പോൾ വരും അച്ഛാന്ന് പറഞ്ഞ് ശ്രീകാന്ത് നിൽക്കുമ്പോൾ വരും എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് വരിക. അതും ശ്രുതിയും കൂടി ചേർന്ന്, എടാ അവൾ ഏത് ഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് സമയം കുറേ ആയില്ലോടാന്ന് പറഞ്ഞു. പെട്ടെന്ന് കേക്ക് കെട്ടിയേ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാണ്, വിശക്കുന്നുണ്ട് പോയി കഴിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് ആ സമയത്ത്.
എടാ ശ്രീകാന്തെ വർഷ വരുമോ ഇല്ലയോ, നീ ഉള്ള കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അച്ഛാ അവൾ വരുമോ അച്ഛാന്ന് പറഞ്ഞു ശ്രീകാന്ത്. പറഞ്ഞതുപോലെ സമ്മാനം മേടിക്കാൻ പോയ സച്ചിൻ രേവതി എവിടെ, അവരെയും കാണുന്നില്ലല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് പറയാൻ പറഞ്ഞു അച്ഛൻ. എന്ത് പ്രശ്നം അച്ഛാ, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, ഒരു കുഴപ്പമില്ല അച്ഛാ എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല എന്ന് സ്വയം സമാധാനിച്ച് വരുമെന്ന പ്രതീക്ഷയിൽ ആ ജനം മുഴുവൻ അവിടെ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് ആനന്ദ് കയറി അങ്ങനെ ഒരു ഡയലോഗും കൂടി അവിടെ അങ്ങ് പറഞ്ഞു തീർന്നില്ല. ദേ സച്ചിയും രേവതിയും വന്നു. ആ സച്ചിയും രേവതിയും വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അച്ഛമ്മയും അച്ഛനും പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ വർഷയില്ല. ശ്രീകാന്തിന് ടെൻഷനായി. അപ്പോൾ ഇല്ല എന്ന് തന്നെ മനസ്സിലായി ശ്രീകാന്തിന്. ശ്രീകാന്താണെങ്കിൽ ഉള്ളിങ്ങനെ പെടഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചേട്ടാ വർഷ എന്ത് ചെയ്യുന്നു ചോദിച്ചു ശ്രീകാന്തെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ശ്രീകാന്തിനെ ടെൻഷനാക്കാൻ വേണ്ടി. എന്താ സച്ചേട്ടാ, കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുവാണ്. അപ്പം ദേ നമ്മുടെ രേവതിയും സച്ചിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല ഒരുങ്ങി സുന്ദരിയായി നല്ലൊരു റെഡ് ഫ്രോക്കൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നു നമ്മുടെ വർഷ. അപ്പോഴത്തേക്കും മഹിമയും അതുപോലെ മധുസൂദനനും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവർ മകളെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി. വർഷ നീ എന്ത് ഇത്രയും വൈകിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. എവിടെ പോയതാ നീ എന്ന് മധുസൂദനൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ സ്റ്റുഡിയോയിൽ ഒരു വർക്ക് തീരാൻ ലേറ്റ് ആയതാണെന്ന് വർഷ പറയാം. എൻ്റെ ഒരു ഫ്രണ്ടാ ഈ കോസ്റ്റ്യൂമൊക്കെ ഇതെനിക്ക് ഡിസൈൻ ചെയ്തത്, അവളിത് തരാനും വൈകി പോയെന്ന് വർഷ ഇവരോട് പറയുവാണേ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫംഗ്ഷനല്ലേ, മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിക്കുട്ടി ആവാതെ എനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ വർഷ ഇവരോട് ചോദിക്കുന്നു. എല്ലാം കൂളായിട്ട് വർഷ കൈകാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെയും സമയം പോയി. അങ്ങനെ ആകെ കൂടെ ഞാൻ ലേറ്റായി പോയതാണെന്നൊക്കെ വർഷ ഇവരോട് എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങൾ നല്ല സ്മൂത്താക്കി എടുത്തു. അപ്പോൾ അച്ഛമ്മയ്ക്കും അച്ഛനും സന്തോഷമായിട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് നീ ടെൻഷനായോ എന്ന് ചോദിച്ചു. അപ്പോൾ ടെൻഷനായെന്ന് പറഞ്ഞു. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നതെന്ന് ശ്രീകാന്ത് ഇങ്ങനെ വർഷയുടെ ആ സമയത്ത് പറയുവാണ്. പിന്നെ ഇപ്പോൾ നിന്നെ കണ്ടപ്പോഴാണ് അത് നോർമലായതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക രണ്ടുപേരും കൂടി കുറച്ച് നേരം കണ്ണിലൊക്കെ നോക്കി നിന്നു. അപ്പോൾ നീ തന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു വർഷ ശ്രീകാന്തിനോട്. അപ്പോൾ നീ എന്നത്തെക്കാളും ഒന്ന് സുന്ദരിയായിട്ടുണ്ടെന്ന് ശ്രീകാന്ത് വർഷയോട് പറയാട്ടോ. അപ്പോൾ വർഷയ്ക്കും അത് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി, ഇഷ്ടമായി അങ്ങനെയൊക്കെ പറഞ്ഞത്. സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു. അങ്ങനെ മഹിമയ്ക്കും അതുപോലെ നമ്മുടെ മധുസൂദനും അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞതേ. അപ്പോൾ റൊമാൻസൊക്കെ പിന്നെ ഇപ്പം തന്നെ നല്ല ലേറ്റായി, വേഗം ഒന്ന് കട്ട് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു ശ്രുതി. അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് സച്ചിയും രേവതിയും കൂടെ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് ഓടി വന്നു. സച്ചേട്ടാ എടാ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, അപ്പോൾ താങ്ക് യു ഏട്ടാ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് അന്നേരത്തേക്കും കെട്ടിപ്പിടിക്കുക. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹം അങ്ങനെ കണ്ട് രേവതി മനസ്സ് നിറഞ്ഞ് നിൽക്കുന്നു. ഏട്ടത്തിയെന്ന് പറഞ്ഞ് രേവതിക്കും കൈ കൊടുത്തിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്തിനാണ് താങ്ക്സ് ഒക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. സച്ചേട്ടാ വർഷം എവിടുന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം, നിനക്ക് സന്തോഷമായില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയും പറഞ്ഞു വേഗം പോയി കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവർ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ശ്രീകാന്ത് ലവ് യു പറഞ്ഞു. അപ്പോഴത്തേക്ക് ഐ ലവ് യു ടു നമ്മുടെ വർഷയും പറഞ്ഞു. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് ഇനി മയക്കെടുത്തു ശ്രീകാന്ത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ആദ്യം തന്നെ സോറി ചോദിക്കുക. കുറേ നേരം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി എന്ന് പറയുമ്പോൾ കുറച്ച് നേരമല്ല കുറേ നേരം നീ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്ന് ശ്രുതി. അപ്പോൾ സോറി എന്ന് പറഞ്ഞ് വർഷയും പറയാം എല്ലാവരോടും. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതുവരെ എങ്ങനെ കാര്യങ്ങൾ ഒരു കൊല്ലം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നു എന്നും അന്ന് ഞങ്ങളുടെ ഒരേ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ രേവതി അടുത്തി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറ്റിയൊക്കെ ശ്രീകാന്ത് പറയാം. ഇപ്പോൾ താങ്ക്സ് പറയാൻ തോന്നുന്നതും ഏട്ടത്തിയുടെ നല്ല മനസ്സിനെയാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ രേവതി എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പൊക്കി സംസാരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നടക്കാൻ കാരണം സച്ചേട്ടനും രേവതി അടുത്തിയാണെന്ന കാര്യം ശ്രീകാന്ത് പറയുന്നു. അത് മഹിമയ്ക്ക് അതുപോലെ മധുസൂദനന് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ശ്രുതിക്ക് അപ്പോൾ കുട്ടിക്കാലം മുതലേ സച്ചേട്ടൻ അങ്ങനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി സച്ചേട്ടൻ എന്തും ചെയ്യുമെന്ന് ശ്രീകാന്ത് എല്ലാവരോടുമായിട്ട് പറയുക കേട്ടോ. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയത് എൻ്റെ ലക്കാണെന്ന കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറഞ്ഞു. ശ്രുതിക്ക് അതൊന്നും പിടിക്കുന്നില്ലേ, ശ്രുതി അന്നേരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളൊരു ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു എന്നും എങ്കിലും ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, അവിടെ വിൻ ചെയ്തതും സച്ചേട്ടനും രേവതിയെടുത്തിയും തന്നെയാണെന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ അവരെ പൊക്കി വിടുന്നത് ഇവിടെ സഹിക്കുന്നില്ല ഇവർക്ക്. അവിടെ ജഡ്ജസ് പറഞ്ഞത് ഞങ്ങളിപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടില്ല എന്നും പിന്നെ ഞങ്ങളിപ്പോഴും ലവേഴ്സാണെന്ന് അവർ പറഞ്ഞതെന്നും പറഞ്ഞ് ശ്രീകാന്ത് വർഷയെ ചേർത്ത് പിടിക്കുന്നു.
എന്നും പറഞ്ഞിരിക്കുക ശ്രുതി. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന കാര്യവും ശ്രീകാന്ത് ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ രേവതി, അതെ, ലവ് ബേർഡ് പാറിപ്പോകാതെ നോക്കണം, പോയാൽ പിന്നെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് തേടി പിടിക്കേണ്ടി വരും എന്ന് ശ്രീകാന്ത് പറയുന്നത് കേട്ട് സച്ചി രേവതിയോട് പതുക്കെ ചെവി പറയുമ്പോൾ മിണ്ടായിരിക്കും സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി. നീ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാറുണ്ട്, പക്ഷേ പിന്നെ ഞങ്ങൾക്കിടയിൽ ചെറിയ പഴക്കവും പഴക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നും, പക്ഷേ അതിനൊക്കെ കുറച്ച് സമയത്ത് ആയുസേ ഉള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ അവർ നല്ല സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് മയക്ക് കൊടുത്തു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ശ്രീകാന്തിനെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് വർഷ ഇവരോട് പറയുവാണേ. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അഫെക്ഷൻ ഓരോ ദിവസം കൂടി വരികയാണെന്ന കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ പോലെ തന്നെ വർഷയും എല്ലാവരോടും പറയുന്നു. പിന്നെ കുന്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകളാണെന്നും, എന്നാൽ ഇന്ന് ഞാൻ കഴിയുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണെന്ന കാര്യം വർഷ എങ്ങനെ പറഞ്ഞു. ആ കുടുംബത്തിൽ എനിക്കൊരു ചേച്ചിയുണ്ട്, എൻ്റെ സ്വന്തം രേവതി ചേച്ചി എന്ന് പറഞ്ഞ് രേവതിയെ വർഷയും പൊക്കുന്നു. അപ്പോൾ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹിച്ചു ഉപദേശിച്ചും ഒക്കെ ചേച്ചി എന്നെ എപ്പോഴും ചേർത്ത് നിർത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ വർഷ പറയുമ്പോൾ രേവതിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പം ഒരു വർഷം ഒരു ജന്മത്തിൽ തരേണ്ട അത്രയും സ്നേഹം തന്നതിന് ഐ ലവ് യു ചേച്ചി എന്നൊക്കെ നമ്മുടെ വർഷ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം നമ്മുടെ ചന്ദ്രയെ, ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് കപ്പിള് സച്ചിയേട്ടനും രേവതി ചേച്ചിയും തന്നെയാണെന്നുള്ള കാര്യം വർഷ ഇങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രുതിയും സുധിയും. സച്ചിയേട്ടനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ തെറ്റായിട്ടാട്ടോ വിചാരിച്ചേ, എനിക്കിഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറയാലോ, എനിക്ക് അദ്ദേഹത്തെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൻ്റെ കൂടെ ഒരു ചെറിയ പേടിയും ഉണ്ടായിരുന്ന കാര്യം വർഷ പറയുമ്പം, ഇപ്പോഴാണെങ്കിലോ തീരെ പേടിയും ഇല്ല എന്ന് നമ്മുടെ സച്ചി ചാടി കയറി പറയുമ്പം, ആ പേടി വേണം, കുറച്ച് വൈകിയാ ഞാൻ സച്ചിയേട്ടനെ മനസ്സിലാക്കിയതെന്ന കാര്യമൊക്കെ പറയുവാണ്. അപ്പം എൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് വർഷം ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവർക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ മധുസൂദനും മഹിമയും ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഞാനൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയിരിക്കുകയാണെന്ന കാര്യം വർഷം ഇങ്ങനെ പറയണം. അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇവർക്ക്. സച്ചേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനാണെന്ന് പറഞ്ഞ്, ഞാൻ സച്ചേട്ടൻ്റെ അനിയത്തി കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറയുമ്പോൾ രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. അങ്ങനെ അവരെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ ഫേമസ് ആയി. ശ്രീകാന്തും വർഷം കൂടെ ഫേമസ് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുന്നത്, അതായത് വർഷയും നമ്മുടെ ശ്രീകാന്തും കൂടി. അത് കഴിഞ്ഞപ്പം പിന്നെതാ ഇത് ശ്രീകാന്തിൻ്റെ അച്ഛൻ, എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞ് വർഷം നമ്മുടെ രവിയേട്ടനെ പറ്റി പറയാൻ തുടങ്ങി. പിന്നെ അച്ഛമ്മയെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോഴും അച്ഛനും അമ്മയും അവിടെ വെറുതെക്കാരായിട്ടിരിക്കുക, മൈൻഡ് പോലും ചെയ്തില്ല മകള്. അപ്പോൾ അങ്കിൾ എന്നെ വഴക്ക് പറയാറില്ല, എന്നാൽ ഉപദേശിക്കുക ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടനെ പറ്റി പറഞ്ഞു. എന്നെ അങ്കിളിന് ഭയങ്കര ഇഷ്ടമാണെന്നും താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് വർഷ ഇവരെല്ലാവരെയും പറയുമ്പോൾ മോളുടെ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് രവിയേട്ടൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുന്നു. ഈ സമയത്ത് ചന്ദ്രമതിയെ പറ്റി ഒന്നും പറയുന്നില്ല, അതും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക്. പിന്നെ എൻ്റെ അച്ഛമ്മ, ഇങ്ങനെ ഒരു അച്ഛമ്മയെ കിട്ടാനേ വലിയ ഭാഗ്യം വേണമെന്ന് വർഷം ഇങ്ങനെ എല്ലാവരോടും പറയുക. എനിക്കെന്തായാലും ആ ഭാഗ്യം കിട്ടിയെന്നും പറഞ്ഞു. അച്ഛമ്മയെ ഭയങ്കര ബോൾഡാണെന്നും കുടുംബത്ത് മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു നാടിനെ തന്നെ ചൂണ്ടുവിരളിൽ എൻ്റെ അച്ഛമ്മ നിർത്തിക്കുമെന്ന കാര്യം പറയുമ്പോൾ, നിൻ്റെ അച്ഛനെ ചൂണ്ടുവിരളിൽ നിർത്തിക്കാനുള്ള നേരവും നോക്കി ഇരിക്കാൻ ഞാൻ കിട്ടും എന്നും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ മനസ്സിൽ പറയാം വർഷം ഇത്രയും പറഞ്ഞപ്പോൾ. പിന്നെ ശ്രുതിയേട്ടനും ശ്രുതി ചേച്ചിയും, നിങ്ങൾക്കും എൻ്റെ താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും പറയാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഈ ഫംഗ്ഷന് വന്ന് ഞങ്ങൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനെയും അമ്മയും മോള് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ എല്ലാവരും കൈയടിക്കും കേട്ടോ. ചന്ദ്രയും കൈയടിച്ചു. ചന്ദ്രയെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്താലോ എന്ന് ശ്രുതി ചോദിച്ചു. ആർത്തി കയറി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ പിന്നെ കേക്ക് കട്ടിയലായി, എല്ലാവർക്കും ഷെയറിങ് ആയി, പിന്നെ ഫോട്ടോ എടുക്കലായി, എല്ലാവരും സെൽഫി എടുക്കലായി. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛമ്മയും രവിയേട്ടനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക ശ്രുതി പറഞ്ഞതിനെപ്പറ്റി, സന്തോഷത്തെപ്പറ്റി. അപ്പം നിന്നെപ്പറ്റി വർഷ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് അതിനേക്കാളും സന്തോഷമായതേ അവരുടെ ഡാൻസും പാട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ പറയുന്നു കേട്ടോ. ഈ സമയത്ത് മധുസൂദനൻ നമ്മുടെ രവിയേട്ടനെ ചൊറിയാൻ വേണ്ടി ഇങ്ങനെ ടൈം കാത്തിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ രവിയേട്ടൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇയാളിങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മധുസൂദൻ അങ്ങോട്ട് വന്നു. എല്ലാം നല്ല ഗ്രാൻഡ് ആയിരുന്നല്ലേ,
അപ്പോൾ വർഷമോള് വരാനായിട്ട് കുറച്ച് ലേറ്റായി, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, അല്ല അതെ ഈ ഗിഫ്റ്റായിട്ട് എന്താ നൽകിയത്, സോപ്പോട്ടിയോ ഗ്ലാസ്സോ മറ്റോ ആണോ എന്ന് മധുസൂദനൻ ചോദിക്കുന്നു രവിയേട്ടനോട്. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ കൊടുത്തതേ ഡയമണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് മധുസൂദനന് കോള് വന്നു. മധുസൂദൻ ആ കോൾ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ രവിയേട്ടനെ പറഞ്ഞു വിട്ടു. വിരളും ചുരുട്ടി പിടിച്ച് നേരെ മധുസൂദൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി അവൻ അഹങ്കാരം പറയാനെന്നല്ല, ഒന്നും പറയാൻ വാ തുറക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ. ഇനി അച്ഛമ്മയുടെ കളരിപ്പയറ്റ് അവൻ്റെ നെഞ്ചത്താണ്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.